Praise the Lord. Good morning to all. എല്ലാവർക്കും ഒരു പുതിയ ദിവസത്തിൻ്റെ അനുഗ്രഹം നേരുന്നു. ഇന്ന് എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. കർത്താവ് എല്ലാ കാര്യങ്ങളിലും ഇന്ന് കൂടെ നിന്ന് നമുക്ക് വിജയവും സഹായവും നേട്ടങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിനു വേണ്ടി സങ്കീർത്തനം 23-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. The Lord is my shepherd, I shall not want. So, യേശുവിൻ്റെ കർത്തൃത്വത്തിൻ കീഴിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇന്ന് നാം ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ഒരുപക്ഷെ മക്കളെക്കുറിച്ചാകാം, മക്കളുടെ വിവാഹത്തെക്കുറിച്ചാകാം, മക്കളുടെ ജോലിയെക്കുറിച്ചാകാം, പരീക്ഷയെക്കുറിച്ചാകാം, നല്ല സ്വഭാവത്തെക്കുറിച്ച്, മക്കളുടെ ദുർനടപ്പിനെക്കുറിച്ചാകാം. ഏതൊക്കെ തരത്തിലാണ് ഇന്ന് നമ്മുടെ ഹൃദയം വേദനിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ ചില സ്വഭാവങ്ങളിൽ നിന്നാകാം, കുടുംബാംഗങ്ങളിൽ നിന്നാകാം, പുറത്തുള്ളവരിൽ നിന്നാകാം, അധികാരികളിൽ നിന്നാകാം. ഒത്തിരി വേദനയും കാര്യങ്ങളും നമുക്കുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വലിയ കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും അർത്ഥമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യമാണ്. കർത്താവിനെ ഇടയനാക്കുന്ന, കർത്താവിനെ രക്ഷകനും നാഥനുമാക്കുന്ന ഒരു വ്യക്തിക്ക്, ഏതൊക്കെ ജീവിത മേഖലയിൽ ദൈവത്തെ നാഥനാക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയാണ് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായി സാവധാനത്തിൽ പങ്കുവെക്കാം. എന്നാൽ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ച ചില കാര്യങ്ങൾ, ആരുമില്ലാത്ത അവസരത്തിലും ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഏറ്റവും ഭംഗിയായി കൃത്യമായി കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിലും. ഇത് ദൈവത്തെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നാഥനാക്കി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആരൊക്കെ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനും ഇടയനും ആക്കുന്നു, നിങ്ങളുടെ ജീവിതം എപ്പോഴും സമൃദ്ധിയുടെ നിറവുള്ളതായിരിക്കും. നിങ്ങൾക്ക് കുറവുണ്ടാവുകയില്ല. നിങ്ങളുടെ സാമ്പത്തികത്തിന്മേൽ കർത്താവിനെ ഇടയനാക്കുക. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിന്മേൽ കർത്താവിനെ ഇടയനാക്കുക. നിങ്ങളുടെ ജോലിയിൽ ദൈവത്തിനെ ഇടയനാക്കുക. കർത്താവിനെ ഇടയനാക്കി കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ നമ്മുടെ ജോലിയെ, സമ്പത്തിനെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സംസാരത്തെ, ബന്ധങ്ങളെ, കുടുംബത്തിലെ ആവശ്യങ്ങളെ എല്ലാം കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ഇന്നു മുതൽ നമുക്ക് സ്ഥാപിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ കർത്താവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ ലോഡ്ഷിപ്പിൽ നമുക്ക് കൊണ്ടുവരാം. മേക്ക് ജീസസ് ദ ലോഡ് ഓഫ് എവറിഥിങ് ഓഫ് യുവേഴ്സ്. യേശുവിനെ നിങ്ങളുടെ നാഥനാക്കുക. നിങ്ങളിപ്പോൾ വിഷമിക്കുന്ന ആ പ്രശ്നത്തിന്മേൽ കർത്താവിനെ നാഥനാക്കുക. കർത്താവിനെ നാഥനാക്കി അവിടുത്തെ സ്തുതിക്കുക, അവിടുത്തെ ആരാധിക്കുക, നന്ദി പറയുക. തീർച്ചയാണ് ഇന്ന് നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഈ വാക്കൊന്ന് പരീക്ഷിച്ചു നോക്കൂ. കർത്താവിനെ ഇന്ന് നിങ്ങൾ ഇടയനാക്കി, ഏതൊക്കെ മേഖലയിൽ ഇടയനാക്കി അവിടുത്തെ സ്തുതിക്കുന്നുവോ ആ കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഒരു പരിഹാരമുണ്ടായിരിക്കും. ഇത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവിനെ നിങ്ങൾ നാഥനാക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൻ്റെ മേലും ക്രിസ്തുവിനെ നാഥനാക്കുക.
ക്രിസ്തുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നന്ദി അർപ്പിക്കുക. തീർച്ചയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഒരു കുറവും വരാതെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമായിരിക്കും. ഒരു നിമിഷം കർത്താവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണയായിരിക്കണമേ. ഇന്ന് ഇവരുടെ നാഥനും രക്ഷകനുമായി ഞാൻ നിന്നെ വാഴിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും നാഥനും രക്ഷകനുമായി ഞാൻ അങ്ങയെ വാഴിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ദിവസത്തിൻ്റെ നാഥനായി, രക്ഷകനായി പിതാവേ ഞാൻ അങ്ങയെ വാഴിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ നാഥനായി, രക്ഷകനായി പിതാവേ ഞാൻ അങ്ങയെ വാഴിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ നാഥനായി, രക്ഷകനായി ഈശോയെ അങ്ങയെ ഞാൻ വാഴിക്കുന്നു. ഞങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന, എൻ്റെ ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും നാഥനായി, ഉടയനായി, രക്ഷകനായി ഈശോയെ ഞങ്ങൾ അങ്ങയെ വാഴിക്കുന്നു. ഇന്നീ മക്കളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ ദിവസം ഇന്നിവർ കാണുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ അലട്ടുന്ന വിഷമങ്ങളിൽ നിന്ന്, ഇവരെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, ഇവരെ അലോരസപ്പെടുത്തുന്ന ഇവരുടെ രോഗങ്ങളിൽ നിന്ന്, ഇവരുടെ കുടുംബാംഗങ്ങളുടെ രോഗങ്ങളിൽ നിന്ന്, കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവേ ഇന്ന് ഇവരെ മോചിപ്പിക്കണമേ. ഈശോയെ, നിന്നെ നാഥനും രക്ഷകനുമാക്കുവാൻ കഴിയാത്തവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി അതിനെ സാധ്യമാക്കണമേ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് അരുളി ചെയ്ത നാഥ, ഞങ്ങൾക്ക് പലപ്പോഴും നിന്നെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമാക്കാൻ സാധിച്ചിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് മാപ്പ് തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്ന് ഇപ്പോൾ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ഞങ്ങളുടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും എല്ലാ മേഖലയിലും ക്രിസ്തുവിനെ ഞങ്ങൾ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊന്നിനും കുറവില്ലാത്തവരായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ഈ മക്കളെ നീ സഹായിക്കണമേ. ഇന്ന് ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ഇന്നും എന്നും ഇവരായിരിക്കുവാൻ അവിടുത്തെ സഹായം ഇവർക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സഹായകനായ ദൈവമേ, ത്രിത്വൈക ദൈവമേ, ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ. നിന്റെ അധികാരത്തിന് കീഴിൽ ഈ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. നിന്റെ അധികാരത്തിന് കീഴിൽ ഇവരുടെ ക്ലേശങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളെ, ദുരിതങ്ങളെ, രോഗാവസ്ഥയെ, പാപാവസ്ഥയെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഇവരുടെ മേൽ നീ അധികാരം ഏറ്റെടുക്കണമേ. ഇവരുടെ സകല പാപഭാരങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നീ മോചിപ്പിച്ച് നിന്റെ അധികാരത്തിന് കീഴിൽ, നിന്റെ കർത്തൃത്വത്തിന് കീഴിൽ ഇന്നു മുതൽ എൻ്റെ ഈ പ്രിയപ്പെട്ടവർ ജീവിക്കുന്നതിന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും ഇവരോരോരുത്തരും ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഇവരുടെ ജീവിത ക്ലേശങ്ങളിലേക്ക്, ഇവരുടെ ജീവിത അവസ്ഥയിലേക്ക്, ജീവിതത്തിലെ ഓരോ മേഖലയിലേക്ക്, ഘട്ടങ്ങളിലേക്ക് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ജീവിക്കുന്നവരായി ഒരു സമർപ്പണ ജീവിതമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങളെ നീ സഹായിക്കണമേ. ഇന്നത്തെ എല്ലാ ദിവസവും ദൈവം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്നേഹവും കാരുണ്യവും സമൃദ്ധിയും സമ്പത്തും സമാധാനവും സന്തോഷവും സമൃദ്ധമായി ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ നീ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ. കർത്താവായ യേശുവിനെ നിങ്ങളുടെ രക്ഷകനും നാഥനുമായി ഏറ്റെടുത്ത് എല്ലാ മേഖലയിലും ദൈവത്തിന് പ്രാധാന്യം നൽകി, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി നിങ്ങൾ അവിടുത്തേക്ക് നന്ദി പറഞ്ഞ് ആരാധിച്ച് സ്തുതിക്കുക. തീർച്ചയായും ഒന്നിനും കുറവില്ലാത്തവരായി, സമൃദ്ധിയുടെ നിറവിനായി അവിടുന്ന് നിങ്ങളെ നിറയ്ക്കും. ഒന്നിനും കുറവില്ലാത്തവരായി നിങ്ങൾ കാണപ്പെടും. തീർച്ചയാണ് ഇന്ന് നിങ്ങൾ അത് ചെയ്യുക. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful and blessed day.